ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൽ ഏറ്റവും അനുഗ്രഹീതരെ, വലിയ നോമ്പിൻ്റെ 4-ാമത്തെ ആഴ്ച കനാന്യ സ്ത്രീയുടെ യേശുദമ്പുരാൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നുള്ള കണ്ണുനീരും യേശുദമ്പുരാൻ അവളോട് പറയുന്ന മറുപടിയുമാണ്. ഏറ്റവും ചിന്തനീയമായ ഭാഗമെന്ന് പറയുന്നത്, എൻ്റെ മകളെ സൗഖ്യമാക്കണമേ എന്ന് നിലവിളിക്കുന്ന ഒരു അമ്മയുടെ നിലവിളിയാണ് നാം ഇവിടെ കാണുന്നത്. ഇന്ന് ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമായ ഒരു വേദഭാഗം കൂടിയാണ് ഒരു അമ്മയുടെ കരച്ചിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ നാളുകളിൽ അനേക മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെക്കുറിച്ച് കണ്ണുനീരൊഴുക്കുന്ന മാതാപിതാക്കളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിരിക്കുന്ന അനേക കുഞ്ഞുങ്ങൾ പഠിക്കണമെന്ന് ആഗ്രഹിച്ച് പഠിക്കുവാൻ വിട്ടിട്ട് പഠിക്കുവാൻ കഴിയാതെ മറ്റു പലതിലും ഇടപെട്ടുകൊണ്ട് ഈ ലോകത്തിൻ്റെ മോഹങ്ങളിൽ ഇടപെട്ട് കരയുന്ന അനേക മാതാപിതാക്കളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യേശുദമ്പുരാൻ്റെ കുരിശു ചുമന്നുകൊണ്ടുള്ള ഗോകുൽത്തായിലേക്കുള്ള യാത്രയിൽ കരഞ്ഞുകൊണ്ട് യേശുദമ്പുരാനോട് കൂടെ നടക്കുന്ന സ്ത്രീകളോട് യേശുദമ്പുരാൻ തിരിഞ്ഞു പറയുന്നത്, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുവിൻ എന്ന ഒരു വേദഭാഗം നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ആ ഒരു വേദഭാഗമാണ് ഇവിടെ ഏറ്റവും ചിന്തനീയമായത്. മക്കളെക്കുറിച്ച് കരയുന്ന മാതാപിതാക്കൾ. ഈ അമ്മയും മകളെക്കുറിച്ചാണ് കരയുന്നത്. അവൾ സൗഖ്യം അനുഭവിക്കാൻ ഇടയാകാം. അവൾ അസ്വസ്ഥപ്പെടുന്ന അനുഭവങ്ങളെ യേശുദമ്പുരാന്റെ മുമ്പിൽ കണ്ണുനീരോടെ വയ്ക്കുന്ന ഒരു അനുഭവം. നമ്മെല്ലാവരും വലിയ നോമ്പിൻ്റെ ചൊവ്വാഴ്ച നമസ്കാരത്തിൽ 6-ാം മണി നമസ്കാരത്തിൽ നാം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. വെടിപ്പോടെ നോമ്പ് നിൽക്കുന്നവൻ്റെ തലമുറ മാലാഖമാരോട് കലർന്നിരിക്കുന്നു എന്ന്. ഒത്തിരി കരയൊന്നും വേണ്ട, നമ്മൾ നിലവിളിക്കൊന്നും വേണ്ട. നാം നേരോടെ നോമ്പ് നോക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ അനുഭവമാക്കുന്നുവെങ്കിൽ നമ്മുടെ മക്കളൊക്കെ ദൈവത്തിൻ്റെ മാലാഖമാരോട് കലർത്തപ്പെടുന്ന ഒരു അനുഭവം, ദൈവത്തിൻ്റെ മാലാഖമാരോട് ചേർക്കപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടാകും. പ്രിയമുള്ളവരെ, നാം പലപ്പോഴും ദൈവത്തോട് ചേർന്നിരിക്കുവാൻ, ദൈവസന്നിധിയിൽ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുവാൻ, നമ്മുടെ നോമ്പ് അനുഷ്ഠിക്കുവാൻ മറന്നു പോകുന്നത് കൊണ്ട് നമ്മുടെ തലമുറ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു പോകുന്നു എന്ന യാഥാർത്ഥ്യം ഞാനും നിങ്ങളും മറന്നു പോകരുത്. ഞങ്ങളൊക്കെ വിവാഹ ശുശ്രൂഷ കടന്നു വന്നവരെ ആശീർവദിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ദൈവമേ, ഇവരെ അനുഗ്രഹിക്കണമേ, നല്ല സന്താനങ്ങളെ കൊടുക്കണമേ, നന്മയാകുന്ന പ്രതിഫലം ഇവർക്ക് അവകാശമായി കൊടുക്കാൻ, മക്കൾക്ക് നന്മയാകുന്ന പ്രതിഫലം അവകാശമായി കൊടുക്കാൻ ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. ആ പ്രാർത്ഥന പലപ്പോഴും ആരും ശ്രദ്ധിക്കാറുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. നല്ല മക്കളെ കൊടുക്കണം, ആ നല്ല മക്കൾക്ക് നന്മയാകുന്ന പ്രതിഫലത്തെ അവകാശമായി കൊടുക്കാൻ ഇടയാക്കണമേ എന്ന്. നന്മയാകുന്ന പ്രതിഫലം എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ നിന്ന് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും നേരോടെ അനുഷ്ഠിക്കുന്ന നോമ്പുമാകുന്നു നന്മയാകുന്ന പ്രതിഫലം. അത് നമ്മുടെ മക്കൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ തലമുറ അനുഗ്രഹിക്കപ്പെടുന്ന ഒരു അനുഭവം നമുക്ക് ആസ്വദിക്കുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, ഈ നോമ്പ് നേരോടെ അനുഷ്ഠിക്കുന്ന അനുഭവമാകട്ടെ. ആരെയും കാണിക്കുവാനാകരുത് നമ്മുടെ നോമ്പും, നമ്മുടെ പ്രാർത്ഥനയും, നമ്മുടെ ധ്യാനവും, നമ്മുടെ കൺവെൻഷനുകളും. മറിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനുള്ള അനുഭവമായി മാറണം. അങ്ങനെയുള്ള അനുഭവം ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ മക്കളെ കുറിച്ച് കരയേണ്ടി വരികയില്ല, തലമുറകളെ കുറിച്ച് കരയേണ്ടി വരികയില്ല. മറിച്ച് നമ്മുടെ അനുഷ്ഠാനങ്ങൾ ആരെയെങ്കിലും പ്രീതിപ്പെടുത്താനാകുന്നുവെങ്കിൽ, ആരെയെങ്കിലും കാണിക്കുവാനാകുന്നുവെങ്കിൽ മക്കളെ കുറിച്ച് കരയുന്ന തലമുറകൾ ഇനിയും വർദ്ധിക്കും എന്നതിൽ തർക്കമില്ല. അതുകൊണ്ട് നേരോടെ നോക്കുന്ന അനുഭവമാകട്ടെ ഈ നോമ്പ്. ഈ നോമ്പിൻ്റെ മധ്യത്തിലേക്ക് നാം അടുത്തെത്തുകയാണ്. ജീവിതത്തിൻ്റെ പിന്നിട്ട ദിവസങ്ങളിൽ നമുക്ക് വേണ്ടതുപോലെ അനുഷ്ഠിക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ നമ്മുടെ മക്കൾ നന്മയിലേക്ക് തിരിഞ്ഞു വരുവാൻ, നമ്മുടെ മക്കൾ നന്മ അനുഭവിക്കുവാൻ, നേരോടെ അനുഷ്ഠിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ എല്ലാവരെയും ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.